പാചകവാതക പ്രതിസന്ധിയിൽ താളം തെറ്റി കൊച്ചിയിലെ ഹോട്ടലുകൾ. സിലിണ്ടർ ലഭിക്കാനില്ലാത്തതിനാൽ പല ഹോട്ടലുകളും അടച്ചിടുകയാണ്. കൊച്ചിയിലെ ചാനൂസ് ഹോട്ടലിൽ നിന്ന് സൂര്യശ്രീ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മധ്യപൂർവേഷ്യൻ സംഘർഷം നമ്മുടെയെല്ലാം അടുക്കളയിലും യുദ്ധം തുടങ്ങിയ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. എറണാകുളം ജില്ലയിൽ പാചക പ്രതിസന്ധി വളരെയധികം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ജില്ലയിലെ പല ഹോട്ടലുകളും അടച്ചിടേണ്ട ഒരു സ്ഥിതിയാണുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന് ജസ്റ്റ് ഓപ്പോസിറ്റുള്ള ഹോട്ടൽ ചാനൂസ് എന്ന ഹോട്ടലിലാണ്. ഇവിടെ 4 ദിവസത്തോളമായി ഹോട്ടൽ അടച്ചിടേണ്ട ഒരു അവസ്ഥയാണുള്ളത്. കാരണം വാണിജ്യ സിലിണ്ടർ കിട്ടാനില്ല എന്നാണ് ഈ ഹോട്ടൽ ഉടമകളൊക്കെ പറയുന്നത്. കഴിഞ്ഞ 4 ദിവസമായി ഈ ഹോട്ടൽ അടച്ചിട്ടിരിക്കുകയാണ്. വളരെ വലിയ രീതിയിൽ ഒരു പാചകവാതക പ്രതിസന്ധി ഈ ഹോട്ടലിൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ഇത് അടച്ചിടേണ്ട സ്ഥിതി വന്നിരിക്കുന്നത്. പെരുന്നാൾ കാലമാണ്. മാത്രമല്ല, ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജസ്റ്റ് ഹോസ്പിറ്റലിന്റെ ഈ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റുള്ളതാണ്. ഈ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾ അതുപോലെ തന്നെ അവരുടെ കൂട്ടിരിപ്പുകാരൊക്കെ തന്നെ വലിയ രീതിയിൽ ആശ്രയിക്കുന്ന ഒരു ഹോട്ടലാണ് ഈ ചാനൂസ് എന്ന് പറയുന്ന ഹോട്ടൽ. പക്ഷേ നിലവിൽ കഴിഞ്ഞ 4 ദിവസത്തോളമായി ഇവിടെ ഭക്ഷണം പാചകം ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണുള്ളത്. 4 ദിവസമായി ഇപ്പോൾ ഞങ്ങൾക്ക് ഗ്യാസ് കിട്ടിയിട്ട് അടച്ചിട്ട് 4 ദിവസമായിട്ട് ഞങ്ങൾ പണിക്കാരും ഞാനും ഒക്കെ വെറുതെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഒന്നാമത് നമ്മൾ റംസാൻ ഇടത്താടുള്ള സ്ഥലമാണ്. ഹോസ്പിറ്റലിൽ കുറേ ആൾക്കാർ വരുന്ന ടൈമാണ്. ആ ടൈമിൽ ഒന്നും നമുക്കൊരു ഭക്ഷണം കൊടുക്കാൻ വരാൻ പറ്റാത്ത, ഒരു ചൂടുവെള്ളം ഉണ്ടാക്കാൻ പറ്റാത്ത, സ്റ്റാഫിന് വരെയും ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹോസ്പിറ്റലിൻ്റെ അടുത്താണെങ്കിൽ വിറക് കത്തിക്കാൻ പറ്റില്ല. വിറക് കത്തിച്ചാൽ പുക വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ വിറകിന് ഇതിലേക്ക് പോകാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു മാർഗങ്ങൾ ഉണ്ടാക്കി തന്നേ പറ്റൂ സർക്കാർ. വളരെ ബുദ്ധിമുട്ടിലുള്ള ഫുഡിൻ്റെ കാര്യത്തിൽ റംസാനല്ല, റംസാൻ വളരെ ബുദ്ധിമുട്ടിലുള്ള काम देगा तो उसके बाद हमको संबलम मिलेगा. अब मालिक हमको गैस नहीं है, मालिक काम नहीं दिया तो हमको संबलम नहीं मिलेगा, तो हमको इधर रुक के फायदा नहीं है. പല ഹോട്ടലുകളിലും 20% ആളുകൾ അല്ലെങ്കിൽ പകുതി മുക്കാൽ ആളുകളൊക്കെ തന്നെ അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്നതാണ്. അവരെല്ലാവരും നാട്ടിലേക്ക് പോകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇവിടെ തൊഴിലില്ലാത്ത അവസ്ഥ വരുന്നു, ഹോട്ടലുകൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥ വരുന്നു. മാത്രമല്ല, അവർ താമസിക്കുന്ന ഇടങ്ങളിൽ പോലും ഭക്ഷണം പാകം ചെയ്യാൻ ആവശ്യമായ സംവിധാനങ്ങളിൽ ഗ്യാസുകളോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. ഭക്ഷണം കിട്ടാത്ത അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ പറയാം അന്നം മുട്ടേണ്ട ഒരു സ്ഥിതി വരുന്ന ഘട്ടത്തിൽ അവർക്ക് നാട്ടിലേക്ക് പോകേണ്ടി വരുന്നു. ആ ഘട്ടത്തിൽ ജീവനക്കാരുടെ കുറവുകൾ ഉണ്ടാകുന്നു. അങ്ങനെ വീണ്ടും വലിയ രീതിയിലാണ് ഈ വാണിജ്യ സിലിണ്ടറുകൾക്ക് അല്ലെങ്കിൽ സിലിണ്ടറുകൾ കിട്ടാതായത് മൂലം പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ വരുന്നത്. ഹോട്ടലുകളിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.